നമസ്കാരം. കേരള വാർത്ത ഓൺലൈനിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ രേവതി. തിരുവനന്തപുരം പത്തനംതിട്ട ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം കമ്മീഷണറുമായിരുന്ന എൻ വാസുവിന്റെ അറസ്റ്റിന് പിന്നാലെ ബോർഡ് മുൻ പ്രസിഡന്റ് എം പത്മകുമാറിനെയും SIT 2 ദിവസത്തിനുള്ളിൽ അറസ്റ്റ് ചെയ്തേക്കും. എന്നാൽ CPMലെ അഭിപ്രായ ഭിന്നതകൾ കാരണം അറസ്റ്റ് വൈകിയേക്കുമെന്ന സൂചനയും ചില പാർട്ടി നേതാക്കൾ പങ്കുവയ്ക്കുന്നു. ഇതിനിടെ സ്വർണ്ണ കവർച്ച കേസിൽ പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റി, മൂരാരി ബാബു എന്നിവരുടെ റിമാൻഡ് കാലാവധി തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതി ഈ മാസം 27 വരെ നീട്ടി. കൊല്ലം വിജിലൻസ് കോടതി അവധിയായതിനാലാണ് പ്രതികളെ തിരുവനന്തപുരത്ത് ഹാജരാക്കിയത്. മൂരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷ പിൻവലിച്ചു. എൻ വാസുവിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കോടതി മാറ്റിവെച്ചു. ഇതിനിടെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണം കവർന്ന കേസിലെ 4ാം പ്രതിയായ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി S ജയശ്രീയുടെ ജാമ്യാപേക്ഷ പത്തനംതിട്ട പ്രിൻസിപ്പൽ ജില്ലാ കോടതി തള്ളി. ജയശ്രീയെ അറസ്റ്റ് ചെയ്തതിന് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇനി തടസ്സമില്ല. വാസുവിന്റെ അറസ്റ്റിൽ CPMലെ പ്രധാന നേതാക്കളുടെ വിയോജിപ്പ് പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ടെന്നാണ് വിവരം. സർക്കാർ ഇടപെടുന്നില്ലെന്ന് പറയുമ്പോൾ തന്നെ തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന പാർട്ടിക്ക് വലിയ ക്ഷീണമാണ് സംഭവിക്കുന്നതെന്ന് നേതാക്കൾ സർക്കാർ കേന്ദ്രങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. എന്നാൽ ഹൈക്കോടതിയുടെ സൂക്ഷ്മ നിരീക്ഷണത്തിലുള്ള കേസിൽ A പത്മകുമാറിന്റെ ഒപ്പമുണ്ടായിരുന്ന അംഗങ്ങളുടെ അറസ്റ്റ് ഒഴിവാക്കാനും SIT കഴിയില്ല. ജയിലിൽ കഴിയുന്ന എൻ വാസുവിനെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ ന്യായീകരിച്ചു. താൻ മന്ത്രിയായിരിക്കെ പ്രസിഡന്റ് എന്ന നിലയിൽ വാസു സത്യസന്ധമായാണ് പ്രവർത്തിച്ചതെന്നാണ് ബോധ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. കമ്മീഷണറായിരുന്ന കാലത്ത് ഒരു ഫയലിൽ ഒപ്പിട്ടതിന്റെ പേരിലാണ് വാസു പ്രതിയായിരിക്കുന്നത്. ഉദ്യോഗസ്ഥർ നൽകിയ ഫയലിൽ അദ്ദേഹം ഒപ്പിട്ടത് വീഴ്ച വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, കടകംപള്ളി പറഞ്ഞു. കേരള വാർത്ത ഫേസ്ബുക്ക്, ഇൻസ്റ്റ, യൂട്യൂബ് എന്നിവ ഫോളോ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക.